2026 ഏപ്രിൽ 8 സിറാജ് എഡിറ്റോറിയൽ. ജനാധിപത്യത്തിൻ്റെ ഭാവി വോട്ടർമാരുടെ കരങ്ങളിൽ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളികളാണ് സമ്മതിദാനാവകാശമുള്ള ഓരോ പൗരനും. ഭരണഘടന പൗരന് നൽകുന്ന കേവലമൊരു ആനുകൂല്യമല്ല സമ്മതിദാനാവകാശം. അനിവാര്യമായും നിർവഹിക്കേണ്ട കർമ്മവും കടമയും കൂടിയാണ്. അവകാശങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് അർത്ഥവും പ്രസക്തിയുമുണ്ടാകൂ. വിനിയോഗിക്കപ്പെടാത്ത അവകാശങ്ങൾ തുരുമ്പിച്ച ആയുധം പോലെ നശിക്കും. പൗരന്മാരുടെ നിസ്സംഗത മുതലെടുത്ത് അധികാരിവർഗം എന്നേക്കുമായി അതില്ലാതാക്കാൻ ശ്രമിക്കും. പല വിദേശ രാജ്യങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി പോരാടിയാണ് വോട്ടവകാശം നേടിയെടുത്തത്. ഇന്ത്യൻ ജനതയ്ക്ക് അത്തരമൊരു പോരാട്ടത്തിൻ്റെ ആവശ്യമുണ്ടായില്ല എന്നുവെച്ച് അതിനെ നിസ്സാരവും വില കുറഞ്ഞതുമായി കാണരുത്. ഭരണഘടനയിലൂടെ ലഭിച്ചുവെന്നതുകൊണ്ട് അതിൻ്റെ മൂല്യം കുറയുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 2.69 കോടിയിലധികം വരും. 2,69,53,644 സംസ്ഥാനത്തെ വോട്ടർമാരുടെ എണ്ണം. ഇവരിൽ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തും? സാക്ഷരതയും രാഷ്ട്രീയ അവബോധവും കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വോട്ടിംഗ് ശതമാനം പാടെ താഴാറില്ലെങ്കിലും 80% കടക്കുക അപൂർവമാണ്. 70-നും 80-നുമിടയിലാണ് സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം. 20-25% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കാറില്ല. ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത്, ഒരു വോട്ട് കൊണ്ടെന്ത് സംഭവിക്കാനാണ് എന്ന ചിന്തയാണ് പലരെയും പോളിംഗ് ബൂത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്നാൽ ഒരു വോട്ട് തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ച സംഭവങ്ങൾ രാജ്യത്ത് കുറവല്ല. 2008 രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാഥ്ദ്വാര മണ്ഡലത്തിൽ നിന്ന് പ്രമുഖ കോൺഗ്രസ് നേതാവ് CP ജോഷി BJPയിലെ കല്യാൺ സിംഗ് ചൗഹാനോട് പരാജയപ്പെട്ടത് ഒരു വോട്ടിനായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട വ്യക്തിയായിരുന്നു CP ജോഷി. രാഷ്ട്രീയ ആലസ്യം മൂലം സ്വന്തം കുടുംബത്തിലെ ചിലർ വോട്ട് രേഖപ്പെടുത്താതിരുന്നതാണ് ജോഷിക്ക് വിനയായത്. 2014 കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സന്ദേമഹരഹള്ളി മണ്ഡലത്തിൽ കോൺഗ്രസിലെ AR കൃഷ്ണമൂർത്തി JDS സ്ഥാനാർത്ഥി R ധ്രുവനാരായണനോട് പരാജയപ്പെട്ടത് ഒരു വോട്ടിനാണ്. കൃഷ്ണമൂർത്തിയുടെ ഡ്രൈവർ വോട്ട് ചെയ്തിരുന്നില്ല. 2020 കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എറണാകുളം സൗത്ത് ഡിവിഷനിൽ നിന്ന് 62-ാം വാർഡ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിന്ദു ശിവന് ഒരു വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. ഓരോ വോട്ടും എത്ര വിലപ്പെട്ടതാണെന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവങ്ങൾ. വോട്ടർമാരുടെ രാഷ്ട്രീയ ആലസ്യം മാത്രമല്ല, ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിരുത്തരവാദപരമായ നിലപാട് കൂടിയാണ് പല വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കാതെ മാറി നിൽക്കുന്നതിനു പിന്നിൽ. അഴിമതി, വികസന മുരടിപ്പ്, അവസരവാദ രാഷ്ട്രീയം തുടങ്ങിയ രാഷ്ട്രീയ അധാർമികത വോട്ടർമാരിൽ രാഷ്ട്രീയ ആലസ്യം വളർത്തുന്നു. ജനകീയ നയങ്ങളിൽ ഊന്നി അഴിമതിരഹിത ജനക്ഷേമ ഭരണം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവർ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മുന്നോട്ട് വരികയുള്ളൂ. ആര് ജയിച്ചാലും എനിക്കെന്ത് എന്ന അരാഷ്ട്രീയ ചിന്ത സമൂഹത്തിൽ വളരുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയ്ക്ക് ക്ഷതമേൽപ്പിക്കും. രാജ്യത്ത് സ്വേച്ഛാധിപത്യപരമായ പ്രവണത ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. രേഖപ്പെടുത്താത്ത ഓരോ വോട്ടും അർഹതയില്ലാത്തവർക്ക് അധികാരത്തിലേറാനുള്ള പഴുതാകാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂടി കൈകളിലാണ് ജനാധിപത്യത്തിൻ്റെ ഭാവി എന്ന ബോധം അനിവാര്യമാണ് ഓരോ വോട്ടർക്കും. ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് തിരഞ്ഞെടുപ്പുകളോട് പുറംതിരിഞ്ഞു നിൽപ്പ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇന്ന് പ്രചാരണം കൂടുതൽ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിവേഗം പ്രചരിക്കുന്നതോടൊപ്പം തെറ്റായ പ്രചാരണങ്ങളും വ്യാജവാർത്തകളും വൻതോതിൽ പടരുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ഇത്തരം പ്രചാരണങ്ങളിൽ വഞ്ചിതരാകാതെ കാര്യങ്ങൾ ശരിയായും കൃത്യമായും നിരീക്ഷിച്ചും മനസ്സിലാക്കിയുമായിരിക്കണം വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. ജനാധിപത്യത്തിന്റെ കാവലാളുകളാണ് വോട്ടർമാർ. കക്ഷി രാഷ്ട്രീയത്തോടുള്ള അതൃപ്തിയും മടുപ്പും വോട്ട് രേഖപ്പെടുത്താതിരിക്കാൻ ഇടയാകരുത്. നിലവിലെ മോശം രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സംവിധാനങ്ങളെയും തിരുത്താനുള്ള ആയുധമായി അത് ഉപയോഗപ്പെടുത്തണം. ആരെ അധികാരത്തിലെത്തിക്കുമെന്നതിലുപരി ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരം എന്താകും
എന്താകണം എന്ന് നിർണ്ണയിക്കുന്ന പ്രക്രിയ കൂടിയാണ് തിരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ പാർട്ടികൾ ആദർശ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള പ്രചാരണവും ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നയങ്ങളും മുന്നോട്ട് വെക്കുകയും വോട്ടർമാർ ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ജനാധിപത്യം സാർത്ഥകമാകുകയുള്ളൂ. വികാരങ്ങൾക്കടിപ്പെടാതെയും പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാതെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും രാഷ്ട്രീയ നിലവാരവും മതേതരത്വ നിലപാടും പരിഗണിച്ചാകട്ടെ ഓരോ വോട്ടറുടെയും സമ്മതിദാനാവകാശ വിനിയോഗം.